HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസിനെ പറ്റിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. ഈ സിലബസിനെ പറ്റി ഇപ്പോൾ പറയാൻ എന്താണ് കാരണമെന്ന് ചിന്തിക്കുന്നവരോട് HSA നാച്ചുറൽ സയൻസിൻ്റെ അടുത്ത സീസണിലേക്കുള്ള പ്രിപ്പറേഷൻ ഡയറക്ഷൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഡയറക്ഷൻ്റെ വിദ്യാർത്ഥികൾ അടുത്ത റാങ്ക് ലിസ്റ്റിലും നിറഞ്ഞു നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് ഒരു കാരണം. രണ്ടാമത്തത്, ആ റാങ്ക് ലിസ്റ്റ് വന്ന അന്ന് മുതൽ എന്നാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന എൻക്വയറികളും അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ നോക്കുന്ന ആൾക്കാരെ നിരാശപ്പെടുത്തരുത് എന്നുള്ള ശക്തമായ തീരുമാനം രണ്ടാമത്തെ കാരണം. എന്തായാലും നമ്മൾ ആ കോഴ്സിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ സിലബസ് എന്തായിരിക്കും, കഴിഞ്ഞ സിലബസ് എന്തായിരുന്നു എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പ്രതീക്ഷിക്കപ്പെടുന്ന സിലബസിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. നമുക്ക് സിലബസിലേക്ക് നോക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്നത് സിലബസാണ്. നാച്ചുറൽ സയൻസിൻ്റെ HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസിൻ്റെ പാർട്ട് A ആണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും HSA പരീക്ഷകൾ എഴുതുവാൻ പരിശീലിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. മോഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, മോഡ്യൂൾ 2 ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മോഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങൾ മോഡ്യൂൾ 1, 2, 3 ഇനി നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓരോന്നും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഞങ്ങൾ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന ചിന്തകർ, ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം പെഡഗോജിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ്, പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗമാണ്. ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ വരിയിടാവേണ്ട. നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് പോവുകയാണ്. പാർട്ട് എയിൽ ജനറലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം. പാർട്ട് എയിൽ 1, 2, 3 മോഡ്യൂൾസ്, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ട് ബിയിലേക്ക് പോകുന്നു. ശരിക്കും മത്സരം നടക്കുന്ന ഒരു ഏരിയ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ പാർട്ട് ബി എന്ന് പറയുന്നത്. അതിൽ മോഡ്യൂൾ 1 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് HSA നാച്ചുറൽ സയൻസിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ബോട്ടണിയിൽ നിന്നുള്ള ഭാഗങ്ങളും സുവോളജിയിൽ നിന്നുള്ള ഭാഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതാണ്. കാരണം ബോട്ടണി പഠിച്ചിട്ടുള്ള ആൾക്കാരും സുവോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരും രണ്ടിലും സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരും ഒക്കെ ഈ പരീക്ഷയിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു സുവോളജി പഠിക്കാത്ത ഒരാൾക്ക് സുവോളജി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കാത്തവർ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് പഠിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ സിലബസ് ഇങ്ങനെയാണ്. പാർട്ട് ബി മോഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റിയാണ് വരുന്നത്. അനിമൽ ഡൈവേഴ്സിറ്റി, വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞു, അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസായിട്ട് പാരസൈറ്റിക് പ്രൊട്ടസോയൻസിനെ പറ്റിയുള്ളതുണ്ട്. കിങ്ഡം അനിമലിയ, പിന്നെ ഫൈലം നോൺ കോർഡേറ്റ, ഫൈലം സിലിണ്ടറേറ്റ തുടങ്ങിയ ഫൈലം, അതായത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ള പല ഫൈലം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസിനെ പറ്റി ചോദ്യങ്ങൾ വരാം, മൊത്തം ഫൈലത്തിന് വരാം, അതിൻ്റെ ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്, ഫൈലം നെമറ്റോഡ, ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം ഓനിക്കോപോറ, ദെൻ ഫൈലം മൊലസ്ക, ഫൈലം കോഡേറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ക്ലാസിഫിക്കേഷനിൽ പ്രോട്ടിസ്റ്റ ഫസ്റ്റ് ഇതിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് നമ്മൾ സെക്കൻഡായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോഡേറ്റയാണ്. കോഡേറ്റയിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ചോദിക്കുന്നു. അതുപോലെ സബ് ഫൈല ഡിവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ, ആഗ്നാന്ത, നാത്തോസ്റ്റൊമാറ്റ തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ സൂപ്പർ ക്ലാസ് ഫിഷസ്, ടെട്രാപോഡ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും വിവിധ സബ് ക്ലാസ്സസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. ഇതൊക്കെ ഇതിലുണ്ട് എന്നൊന്ന് അറിയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെപ്റ്റീലിയെ പറ്റി പറയുന്നുണ്ട്, സ്നേക്സിനെ പറ്റിയൊക്കെ വരുന്ന കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ് പ്രത്യേകമായിട്ട് പറയുന്നു. ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സിനെ പറ്റിയുള്ള വരുന്നു, കോമൺ എക്സാമ്പിൾസ് വരുന്നു. എമു, പാവോ തുടങ്ങിയ സംഗതികൾ വരുന്നു. പാവോ എന്ന് പറയും, പാവോ ക്രിസ്റ്റേറ്റത്തിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ദേശീയ പക്ഷി, അതിനെപ്പറ്റിയൊക്കെ അറിയുമേ. ഇനി മോഡ്യൂൾ 2. അപ്പോൾ മോഡ്യൂൾ 1 ഇത്രയും ഭാഗങ്ങൾ വന്നിരിക്കുന്നതെല്ലാം മിക്കവാറും അനിമൽ കിങ്ഡവുമായി ബന്ധപ്പെട്ട അല്ലെ സുവോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് മോഡ്യൂൾ 2 എന്താണെന്നുള്ളത് നോക്കാം. ഫിസിയോളജി, ബയോകെമിസ്ട്രി ആൻഡ് ഡെവലപ്മെൻറ്റൽ ബയോളജി ആണ് വന്നിരിക്കുന്നത്. ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെവലപ്മെൻറ്റൽ, ഫിസിയോളജിയിൽ ന്യൂട്രീഷൻ,
type of balanced diet, nutritional disorders, vitamin deficiency disease, lifestyle diseases, role of fibers, nervous, neuronal control, digestion, പിന്നെ സർക്കുലേഷൻ, റെസ്പിറേഷൻ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിലെയും അല്ലെങ്കിൽ അനിമൽസിലെയും ഒക്കെ തന്നെ വിവിധ വ്യവസ്ഥകളെ പറ്റിയുള്ള പഠനമാണ് ഇതിൽ കാണുന്നത്. ഫിസിയോളജിയിൽ ന്യൂട്രീഷൻ വരുന്നു, സർക്കുലേഷൻ വരുന്നു, റെസ്പിറേഷൻ വരുന്നു, എക്സ്ക്രീഷൻ വരുന്നു, ഇത്രയും കാര്യങ്ങൾ. പിന്നെ മസിൽ ഫിസിയോളജി വരുന്നു. അപ്പോൾ വിവിധ സിസ്റ്റംസിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് റെസ്പിറേഷനിൽ ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ്, ഹിമോഗ്ലോബിൻ, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസസ്, ആപ്നിയ, ഡിസ്പ്നിയ, ഹൈപ്പോക്സിയ, ഹൈപ്പർ ആൻഡ് ഹൈപ്പോകാപ്നിയ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ പറ്റി വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ എക്സ്ക്രീഷനിൽ നെഫ്രോൺ സ്ട്രക്ചർ, യൂറിൻ ഫോർമേഷൻ, അങ്ങനെ നമ്മളുടെ എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂറിൻ്റെ പലതരത്തിലുള്ള, അതുപോലെ തന്നെ റെനൽ ഡിസോർഡേഴ്സ്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളെപ്പറ്റി, നെഫ്രൈറ്റിസ്, ഹെമറ്റോറിയ, റെനൽ കാൽക്കുലി, ആസിഡോസിസ്, ആൽക്കലോസിസ്, ഡയാലിസിസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. ഡയാലിസിസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, മെത്തേഡ്സൊക്കെ ചിലപ്പോൾ വന്നേക്കാം, ഡീറ്റെയിൽഡായിട്ട് പിന്നീട് വരുന്നുണ്ട്. മസിൽ ഫിസിയോളജി, ടൈപ്സ് ഓഫ് മസിൽസ്, അൾട്രാ സ്ട്രക്ചർ ആൻഡ് സ്ട്രിയാറ്റഡ് മസിൽ ഫൈബർ, മസിൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ് മസിലുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പേശി കലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മേഖലകളിലുള്ള ചോദ്യങ്ങൾ വരുന്നു. പിന്നെ നെർവ് ഫിസിയോളജി വരുന്നു, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, സിനാപ്സ് എന്താണ്, ടൈപ്സ്, നെർവ് ഇമ്പൾസ്, പ്രൊപ്പഗേഷൻ, അങ്ങനെ നമ്മളുടെ ന്യൂറൽ ആയിട്ടുള്ള നാഡികളിലൂടെ എങ്ങനെയാണ് സന്ദേശങ്ങൾ പോകുന്നത്, അതിൻ്റെ സയൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. റിഫ്ലെക്സ് ആക്ഷൻ വരുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, നെർവ് ഡിസോർഡേഴ്സ്, എപ്പിലെപ്സി, പാർക്കിൻസൺസ് ഡിസീസ്, അൾഷൈമേഴ്സ് തുടങ്ങിയ അസുഖങ്ങളെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ എൻഡോക്രൈനോളജിയിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ മാൻ, ഹോർമോൺസ്, ഡിസോർഡേഴ്സ്, മെക്കാനിസം. അപ്പോൾ വിവിധ ഹോർമോണുകൾ, അത് ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ ഏതാണ്, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, അതുപോലെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാകുന്ന അസുഖങ്ങളെ പറ്റി ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ബയോകെമിസ്ട്രിയാണ് അടുത്ത ഭാഗമായിട്ട് വരുന്നത്. ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്, സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ ചോദിക്കും. സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനും ചോദിക്കുന്നുണ്ട്. അപ്പം ന്യൂക്ലിക് ആസിഡുകളിൽ തന്നെ നമ്മൾ റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ എന്ത് വ്യത്യാസമുണ്ട്, ഷുഗറിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എന്തൊക്കെ പെപ്റ്റൈഡ്സിൽ വ്യത്യാസം വരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ ചോദ്യം ഉണ്ടാകും. പിന്നെ മെറ്റബോളിസം എന്ന് പറഞ്ഞ വലിയൊരു ഭാഗം, കാർബോഹൈഡ്രേറ്റ്, ഗ്ലൈക്കോജെനസിസ്, ഗ്ലൈക്കോജെനോലോസിസ്, ഗ്ലൈക്കോലിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. പിന്നെ ലിപ്പിഡിനെ പറ്റി പ്രത്യേകം തന്നെ ബീറ്റ ഓക്സിഡേഷൻ, പ്രോട്ടീൻ ഡിയമിനേഷൻ, ട്രാൻസ്മിനേഷൻ ആൻഡ് യൂറിയ ഫോർമേഷൻ ചോദിച്ചിരിക്കുന്നു. എൻസൈംസ്, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, ഐസോ എൻസൈം, കോ എൻസൈം, അങ്ങനെയുള്ള എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റൽ ബയോളജി തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നു. പ്രീ ഫോർമേഷൻ, എപ്പിജെനസിസ്, റീക്യാപിറ്റുലേഷൻ, ജേം പ്ലാസം, സ്പെർമാറ്റോജെനസിസ്, സൂവോജെനസിസ്, ടിപ്പിക്കൽ എഗ് ആൻഡ് സ്പേം, ടൈപ്സ് ഓഫ് എഗ്സ്, ഇതെല്ലാം ചോദിക്കും. ഇതിൽ സാധാരണയുള്ള ചോദ്യങ്ങളും വരാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം. ഏറ്റവും വലിയ എഗ് ഏതാണെന്നോ ഏറ്റവും സ്മോളസ്റ്റ് എഗ് ഏതാണെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചോദിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, റീക്യാപിറ്റുലേഷൻ, നമ്മുടെ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ചോദിച്ചേക്കാം. പിന്നെ ഫെർട്ടിലൈസേഷൻ പ്രത്യേകം തന്നെ ഒരു സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അഗ്ലൂട്ടിനേഷൻ, ആഫമിക്സിസ്, അങ്ങനെ എല്ലാ സംഗതികളും, ആർട്ടിഫിഷ്യൽ പാത്തനോജെനസിസ്, എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയി, ചെറിയൊരു 4 വരിയിലാണ് എഴുതിയിട്ടെങ്കിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ക്ലീവേജ് ചോദിച്ചിരിക്കുന്നു, ബോറില്ല, ബ്ലാസ്റ്റില്ല, ഡിഫറെൻറ്റ് ടൈപ്സ്, ഫേറ്റ് മാപ്സ്, ഗ്യാസ്റ്റൂല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സെൽ ഡിഫറൻസിയേഷൻ, യൂണിപൊട്ടൻസി, പ്ലിയോറി ആൻഡ് ടോട്ടിപൊട്ടൻസി, ജീൻ ആക്ഷൻ, ഹോമോട്ടിക് ജീൻസ്, ഓക്സ് ജീൻസ് എക്സെട്ര. ഡെവലപ്മെൻറ്റ്, മാൻ, ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി, പ്ലാസൻറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ, അങ്ങനെ ആ ഒരു റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നു. ടെറാറ്റോളജി, ഡെഫിനിഷൻ കോസസ്, പിന്നെ എക്സ്പെരിമെൻ്റൽ എംബ്രയോളജി ചോദിച്ചിരിക്കുന്നു. അതോടുകൂടി മോഡ്യൂൾ 2 കഴിഞ്ഞു. മോഡ്യൂൾ 3 പോകുന്നു. സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. വളരെ വലിയൊരു സെക്ഷനാണിത്. ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ അതുപോലെ ഇതിലെല്ലാവരും ഓരോന്നിലെയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നുണ്ട്. സെൽ ബയോളജി, സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിയിൽ വരുന്ന സെൽ ബയോളജിയിൽ ടൈപ്സ് ഓഫ് സെൽസ്, വിവിധ തരത്തിലുള്ള സെൽസിനെ പറ്റി ചോദിക്കുന്നു. സെൽ ഓർഗനൽസ്, സെല്ലിൻ്റെ ഉള്ളിലുള്ള കോശാംഗങ്ങളെ പറ്റിയുണ്ട്. ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, റൈബോസോംസ്, സെൻട്രിയോൾസ്, ബാസിൽ ബോഡീസ്, മൈക്രോ ബോഡീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോളിക്കുലർ ബയോളജി നോക്കി, ഈ സിലബസ് തന്നെ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്, ഇത്രയും ഭാഗങ്ങളുണ്ട്. അതിലോരോന്നും ഇപ്പോൾ നമ്മൾ സെൽ ബയോളജി കഴിഞ്ഞു, ഇപ്പോൾ മോളിക്കുലർ ബയോളജിയിലേക്ക് പോകുന്നു. അവിടെ ജീൻ എക്സ്പ്രഷൻ, സെൻട്രൽ ഡോഗ്മ, മോളിക്കുലർ ബയോളജി,
1 ജീൻ 1 എൻസൈം, 1 ജീൻ 1 പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തിസിസ് ചോദിക്കുന്നു, ജനറ്റിക് കോഡ്, വൂബിൾ ഹൈപ്പോത്തിസിസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. പിന്നെ ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി ആ സിലബസിൽ മോഡ്യൂളിൻ്റെ സെക്കൻഡ് ലേറ്റർ പാർട്ടാണ്. ജെനറ്റിക്സ് ആൻഡ് ബയോ ടെക്നോളജിയിൽ ഹ്യൂമൻ ജെനറ്റിക്സ് ചോദിക്കുന്നു, പിന്നെ ഓട്ടോസോമൽ, എല്ലോസോമൽ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ജെനറ്റിക്സിനെ പറ്റി ചോദിക്കുന്നു, ബയോകെമിക്കൽ ജെനറ്റിക്സ്, ഡിസോർഡേഴ്സ് ചോദിച്ചിരിക്കുന്നു, ബയോടെക്നോളജി, സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി വെച്ച് തുടങ്ങുന്നു, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, ടെക്നിക്സ് ഇൻ ജീൻ ക്ലോണിങ്, റെസ്ട്രിക്ഷൻ, അങ്ങനെയുള്ള കുറേ, അതായത് നമ്മൾ സാധാരണ എന്തൊക്കെ ബയോടെക്നോളജി വരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പ്ലോട്ടിംഗ് ടെക്നിക്സ്, ജെനോമിക് ലൈബ്രറി, ഹ്യൂമൻ ജെനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജെനോം പ്രോജക്റ്റ് ഒക്കെ വളരെ ഫേമസ് ആയ പ്രോജക്റ്റാണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി സിലബസിൽ ചോദിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി, മെഡിസിൻ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പൊല്യൂഷൻ കൺട്രോൾ, ഫോറൻസിക് ആൻഡ് ജുഡീഷ്യറി, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഓഫ് ബയോടെക്നോളജി കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടോ, ത്രെറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്. ബയോടെക്നോളജി എല്ലാ മേഖലകളും നമുക്ക് ലൈഫിനെ കൂടുതൽ നന്നാക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഒരുപാട് സംഗതികൾ നല്ലതായി നടക്കുന്നു, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അത് നോക്കുന്നു. പിന്നെ ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജിയാണ് അടുത്ത ഭാഗം. ഇമ്മ്യൂണോളജിയിൽ ഇമ്മ്യൂണിറ്റി ഡെഫിനിഷൻ ടൈപ്സ്, ഇമ്മ്യൂൺ സിസ്റ്റം, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോജൻസ് ലൈക്ക് ആൻറ്റിജൻസ്, ആൻറ്റിജൻ ഡെഫിനിഷൻ ടൈപ്പ്, ആൻറ്റിജൻ ആൻറ്റിബോഡി ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ചോദിക്കുന്നുണ്ട്, ഇമ്മ്യൂൺ റെസ്പോൺസസ്, അലർജി ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്നു, എയ്ഡ്സ് ചോദിക്കുന്നു, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, പിന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആൻഡ് വാക്സിൻസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസൊക്കെ ഇപ്പോൾ ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പല ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനൊക്കെ അങ്ങനെ വന്നിരിക്കുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. മൈക്രോബയോളജിയിൽ സർവേ ഓഫ് മൈക്രോബ്സ്, വൈറസസ്, പ്രിയോൺസ്, വൈറോയിഡ്സ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, അപ്ലൈഡ് മൈക്രോബയോളജി ഇൻ വേരിയസ് ഫീൽഡ്സ് ചോദിക്കുന്നുണ്ട്. മൈക്രോബിയൽ ഡിസീസസ് ഇൻ മാൻ ചോദിക്കുന്നു. അപ്പോൾ മൈക്രോബിയൽ ഡിസീസസ് എന്ന് ഒരൊറ്റ വരി പറഞ്ഞെങ്കിൽ ഒരുപാട് ഡിസീസസും അതിൻ്റെ കോസസ്, അതിൻ്റെ സിംറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതോടുകൂടി മോഡ്യൂൾ 3 കഴിഞ്ഞ് മോഡ്യൂൾ 4ലേക്ക് പോവുകയാണ്. മോഡ്യൂൾ 4 ഇക്കോളജി, ഇത്തോളജി, എവല്യൂഷൻ ആൻഡ് സുവോജിയോഗ്രഫി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. എല്ലാം കുറേ കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരികയാണെന്ന് നോക്കണം. സിലബസ് എത്രമാത്രം കംപ്രസ് ചെയ്തിട്ടുണ്ട് നോക്കുക. അതിലൊക്കെ എങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യാം. ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചോദ്യം ഏത് ഭാഗത്തേക്കും പോകാം. ഇക്കോളജി വരുന്നുണ്ട്, പോപ്പുലേഷൻ ഇക്കോളജി, പ്രോപ്പർട്ടീസ് ഓഫ് പോപ്പുലേഷൻ, ഇമിഗ്രേഷൻ, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഫ്ലക്ച്വേഷൻ, പിന്നെ കമ്മ്യൂണിറ്റി ഇക്കോളജി, ഡെഫിനിഷൻ, സ്പീസീസ് ഡൈവേഴ്സിറ്റി, പിന്നെ വൈൽഡ് ലൈഫ് കോൺസർവേഷൻ മാനേജ്മെൻറ്റ്, നമ്മുടെ കുറേ IUCN, WWF, CITES തുടങ്ങിയ കുറേ, ഗ്രീൻ പീസ്, ബയോസ്ഫിയർ റിസർവ്, കോൺസെപ്റ്റ്, നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൽ ഫാക്റ്റും കൂടി നമ്മൾ പഠിക്കേണ്ടി വരും. ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൂടി നമ്മൾ പഠിക്കേണ്ടി വരും. പിന്നെ ഇത്തോളജി, മോട്ടിവേഷൻ, ലേണിംഗ്, ടൈപ്സ്, സോഷ്യോബയോളജി, ഫെറോമോൺസ്, ഹ്യൂമൻ ഫെറോമോൺ കാര്യങ്ങൾ ചോദിക്കുന്നു. എവല്യൂഷനിൽ ജിയോളജിക്കൽ ടൈം സ്കെയിൽ തന്നെ പഠിക്കാൻ മാത്രമുണ്ട്. പിന്നെ ഓരോ ഏജസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഫോസിൽ ഡേറ്റിംഗ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ സുവോജിയോഗ്രഫിയിൽ അനിമൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്, ഫാക്ടേഴ്സ് ഓഫ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അനിമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ടാണ് പല ഭാഗങ്ങളിലും ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അനിമൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സുവോജിയോഗ്രഫിക്കൽ റെൽംസ്, ബ്രീഫ് അക്കൗണ്ട് ഓഫ് ഈച്ച് റെൽം, ബയോജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഇന്ത്യ, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഘാട്ട്സ് ചോദിക്കുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞു. അഞ്ചാമത്തെ മോഡ്യൂൾ മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജി ഒരു വലിയ മോഡ്യൂളാണ്. അതിൽ മൈക്രോബയോളജി മാത്രമല്ല, മൈക്കോളജി ആൻഡ് ലിച്ചനോളജി, പ്ലാന്റ് പാത്തോളജി, ബ്രയോളജി തുടങ്ങിയ ഒരുപാട് മേഖലകൾ ചേർന്നൊരു മോഡ്യൂളാണ്. മൈക്രോബയോളജിയിൽ ബാക്ടീരിയ, അൾട്രാ സ്ട്രക്ചർ, ബാക്ടീരിയ, വൈറസസ്, പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ, അതിൻ്റെ പിന്നെ ഫോമുലേഷൻ, എക്സ്പാൻഷൻ, പെസ്റ്റിസൈഡ്സിനെ പറ്റിയും ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയൊക്കെ ഉള്ള, അതായത് ജനറൽ നോളേജിൻ്റെ സാധാരണ മേഖലകളിൽ പോലും ചോദിക്കപ്പെടാവുന്ന കാര്യങ്ങൾ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഇതിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഏരിയയുടെ പ്രത്യേകത. മൈക്കോളജി ആൻഡ് ലിച്ചനോളജി, ഫഞ്ച്, പിന്നെ എന്തൊക്കെ തരത്തിലുള്ള ഫംഗസുകളുണ്ട്, അതിൻ്റെ പലതും, ലൈഫ് സൈക്കിളുണ്ട്, ഹെട്രോതാലിസം, പാരസെക്ഷുവാലിറ്റി, അങ്ങനെ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും. ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഫംഗസ് റിപ്രസെൻറ്റിംഗ് ഫോളോയിങ് ജനറ, പലതരത്തിലുള്ള ഇതിൽ പെടുന്ന പൈത്തിയം, റൈസോപ്പസ്, ഈസ്റ്റ് തുടങ്ങിയ എക്സാമ്പിൾസിലൂടെ അതാത് കാറ്റഗറിയിൽ പെടുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാനാണ് പറയുന്നത്. പിന്നെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗസ്, ഇൻഡസ്ട്രിയൽ, മെഡിസിനൽ, ഫുഡ്, അഗ്രികൾച്ചർ, ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ബയോ കൺട്രോൾസ്, പിന്നെ ലിച്ചൻസിനെ പറ്റി, ഇക്കണോമിക് ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാ വിഭാഗത്തിൻ്റെയും ഇക്കണോമിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട്. ഹാബിറ്റ് ഓഫ് പ്രോട്ടോസ്, ദെൻ ഫോളിയോസ്, ഫ്രട്ടിലോസ് ലിച്ചൻസ്, ഹോമോമെറസ് ആൻഡ് ഹെട്രോമെറസ്, ഇതെല്ലാം ലിച്ചൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ജനറൽ അക്കൗണ്ട് ആൻഡ് ഇക്കോണമിക് ഇമ്പോർട്ടൻസ്, സ്ട്രക്ചർ, റിപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾസ് ഓഫ് യുസ്നിയ.
പിന്നെ പ്ലാന്റ് പാത്തോളജി അസുഖമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് പാത്തോളജി, ബയോട്ടിക്, അബയോട്ടിക്, കോസസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്, എന്തൊക്കെ കാരണങ്ങളുണ്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ് ഓൺ ദ ബേസിസ് ഓഫ് കോസേറ്റീവ് ഓർഗാനിസം, രോഗകാരികളുടെ അടിസ്ഥാനത്തിൽ രോഗങ്ങളെ തരംതിരിക്കൽ. അതുപോലെ തന്നെ സിംറ്റംസിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിക്കൽ. ട്രാൻസ്മിഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്, ക്വാറന്റൈൻ റെഗുലേഷൻസ്, ഡിസീസ് കൺട്രോൾ മെഷേഴ്സ്. ക്വാറന്റൈൻ, എങ്ങനെയാണ് രോഗം വന്ന ആൾക്കാരെ മാറ്റി പാർപ്പിച്ചും മറ്റും അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ വരുന്നത് ബ്രയോളജിയാണ്. ബ്രയോളജി സ്ട്രക്ചർ, റിപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ ഓഫ് ഫോളോയിങ് ടൈപ്സ്: ഹെപ്പാറ്റിക്കോപ്സിഡ, റിക്കിയ, ആന്ത്രോസെറാപ്റ്റോസിഡ, ആന്ത്രോസെറസ് ആൻഡ് ബ്രയോസിഡ, അത് ഫോറിയ. ഇത്രയും എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്, ഏതൊരു കാറ്റഗറി നമ്മൾ പഠിക്കുമ്പോൾ അത് ഉടനെ പഠിക്കുന്നതാണ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ഇവിടെ ചോദിക്കുന്നു ഏത് കാറ്റഗറി ആയാലും. അത് ടെറിഡോഫൈറ്റ്സ് ഇവിടെ കണ്ടോ, ടെറിഡോഫൈറ്റ്സ് വരുമ്പോൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറി പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. ഇവിടെ ടെറിഡോളജിയിൽ ടെറിഡോഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾസ്: ഫോളോയിങ് ടൈപ്സ്: സിലോട്ടം, ദെൻ സാലിജനല്ല, എക്യുസ്റ്റം, മാർസീലിയ, ഹെട്രോസ്പോറി, സീഡ് ഹാബിറ്റ്. പിന്നെ അഫിനിറ്റീസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് വിത്ത് ബ്രയോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്, അതുമായിട്ടുള്ള യോജിപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ ചോദിക്കുന്നത്. ജിംനോസ്പേംസ് വരുന്നു അടുത്തത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്: സ്ട്രക്ചർ, എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ, റീപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ദ ഫോളോയിങ് ജിംനോസ്പേംസ്: സൈക്കസ്, പൈനസ് ആൻഡ് നെറ്റം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ജിംനോസ്പേംസ്, their affinities with the pteridophytes and angiosperms, economic importance of gymnosperms. അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ളത് പഠിച്ചാലും അതിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഇതിൽ പറയുന്നുണ്ട് എന്നതിൽ നിന്ന് തന്നെ പഠിക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നാവും. പിന്നെ പാലിയോബോട്ടണി, ഒബ്ജക്റ്റീവ്സ് ഓഫ് പാലിയോബോട്ടണി: ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ദെൻ മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ, ഫോസിൽ ടെറിഡോഫൈറ്റ്, റിനിയ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ നേരത്തെയും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓവർലാപ്പിംഗ് വരുന്നതുകൊണ്ട് പഠിക്കുമ്പോൾ ഒരു തവണ നമ്മൾ പഠിച്ചാൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ മോഡ്യൂൾ 6 പോകുന്നു. മോർഫോളജി, സിസ്റ്റമാറ്റിക്സ്. ഇതാണ് ഇതിൽ മോർഫോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സ്. ഇക്കണോമിക് ബോട്ടണി. മോർഫോളജിയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ലീവ്സ്, സ്റ്റേംസ്, ഇൻഫ്ലോറസൻസ്, പിന്നെ സീഡ്സ് ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. സിസ്റ്റമാറ്റിക്സിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ്, സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ലിനിയേഴ്സ് ക്ലാസിഫിക്കേഷൻ, പിന്നെ നാച്ചുറൽ, ബെന്തം ആൻഡ് ഹൂക്കർ, ദെൻ സൈലോജനറ്റിക്, ആംഗ്ലർ ആൻഡ് പ്രാൻഡിൽ. ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ബെന്തം ആൻഡ് ഹൂക്കർ ക്ലാസിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാന്റ് നോമൻക്ലേച്ചർ, ICBN ചോദിക്കുന്നു. ടാക്സോണമിക് സ്ട്രക്ചർ, ഹൈറാർക്കിക്കൽ കോൺസെപ്റ്റ്, ടൈപ്പ്, സ്പീസീസ്, ജീനസ്, ഫാമിലി, എക്സെട്ര. നമ്മൾ സാധാരണ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പിന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, മോളിക്കുലർ ടാക്സോണമി. ഇതൊക്കെ തന്നെ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ഡയറക്റ്റായിട്ട് തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോന്നിനും ഡെഫിനിഷൻ, ഏത് അതിൽ പെടുന്നതാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ടാക്സോണമിക് ഇൻഫർമേഷൻ റിസോഴ്സസ്, ഹെർബേറിയ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, BSI, ടാക്സോണമിക് ലിറ്ററേച്ചർ, ഫ്ലോറാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ കുറച്ച് ഫാമിലീസ് പഠിക്കണം എന്ന് പറയുന്നത് അനോനേസിയെ, മാൽവേസിയെ, റൈറ്റോസേസിയെ, ലഗുനോസിയെ, കുക്കുബിറ്റേസിയെ, റൂബിയേസിയെ, അസ്റ്ററേസിയെ, അപ്പോസൈനേസിയെ, സൊലാസിയസിയെ, ദെൻ അക്കാന്താസിയെ, ലാമിനേസിയെ, വിഫോർബിയസിയെ, ലിലിയേസിയെ, ഓർക്കിഡേസിയെ, പോസിയെ തുടങ്ങിയ കാറ്റഗറീസ് എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്ലാന്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. പിന്നെ ഇക്കണോമിക് ബോട്ടണി, ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, മോർഫോളജിക്കൽ ആൻഡ് യൂസ്ഫുൾ പാർട്ട് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് സീരിയൽസ്, പൾസസ്, ഷുഗർ, സ്പൈസസ്, ട്യൂബേഴ്സ്, ഫൈബർ, ലാറ്റക്സ്, ബിവറേജസ്, മെഡിസിനൽ പ്ലാന്റ്സ്. ഇത്രയും പ്ലാന്റ്സിൻ്റെ ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, മോർഫോളജി, യൂസ്ഫുൾ പാർട്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടി വരുന്നതാണ് പറയുന്നത്. അതിലിപ്പോൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സീരിയൽസിൽ വീറ്റ് ആൻഡ് റാഗി കൊടുത്തിട്ടുണ്ട്. പൾസസിൻ്റെ ബ്ലാക്ക് ഗ്രാം, ബംഗാൾ ഗ്രാം കൊടുത്തിട്ടുണ്ട്. ഷുഗർ കെയിൻ, സ്പൈസസ്, കാർഡമം, ബ്ലാക്ക് പെപ്പർ, നട്ട്മാഗ്, ദെൻ ട്യൂബേഴ്സിൽ ടാപ്പിയോക്ക കൊടുത്തിട്ട് അങ്ങനെ ഓരോന്നിൻ്റെയും അതിൻ്റെ ഏത് പാർട്ടാണ് യൂസ്ഫുൾ ആകുന്നത്, അതിൻ്റെ മോർഫോളജി എന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഫാമിലി പെടുന്ന ഏതാണ്, അതിൻ്റെ നെയിം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് അനാട്ടമിയാണ്. ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ വരുന്നു. നമ്മൾ പ്ലാന്റ് സെല്ല് ഒരുപക്ഷെ 8ാം ക്ലാസ്സിൽ ബയോളജി മുതൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ്. ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് സെൽ, നോൺ ലിവിങ് ഇൻക്ലൂഷൻസ് ഓഫ് പ്ലാന്റ് സെൽ, സിസ്റ്റോളിസ്, റാഫൈഡ്സ്, അലൂറോൺ ഗ്രെയിൻസ്, സ്റ്റാർച്ച് ഗ്രെയിൻസ്, എക്സെട്ര. ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, പെർമനൻറ്റ് ആൻഡ് കോംപ്ലെക്സ് ടിഷ്യൂസ്, റൂട്ട്സ് ആൻഡ് ഷൂട്ട്, ആപ്പെക്സ് ഓർഗനൈസേഷൻ,
അങ്ങനെ റൂട്ടിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ആപ്പെക്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് റൂട്ട്, സ്റ്റെം എക്സെട്ര, അനാട്ടമി ഓഫ് മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് ലീഫ്, സ്റ്റൊമാറ്റ, സ്ട്രക്ചർ, ഡൈക്കോട്ട്, മോണോക്കോട്ട്. അപ്പം നോഡൽ അനാട്ടമി, സ്ട്രക്ചർ, സെക്കൻഡറി വുഡ്, ഫെല്ലം, ഫെല്ലജൻ, ഫെല്ലോഡം, ടെൻറ്റിക്കിൾസ്, ആനുവൽ റിങ്സ്, അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്, ബെറവിയ, ബിഗ്നമിയ, ഡ്രസീനിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എംബ്രയോളജിയാണ്. എംബ്രയോളജിയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും വരുന്നുണ്ട്. മൈക്രോ പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്, ടൈപ്സ് ഓഫ് ഓവ്യൂൾസ്, ഫെർട്ടിലൈസേഷൻ, എൻഡോസ്പെം ഫോമേഷൻ, then എംബ്രയോ, ന്യൂക്ലിയർ സെല്ലുലർ എലോബിയൽ എൻഡോസ്പെം ഫോമേഷൻ. പിന്നെ ക്രോപ്പ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് അടുത്തത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് എന്തിനാണ്, ബ്രീഡിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് അക്ലമേറ്റേഷൻ, സെലക്ഷൻ, പ്യുവർ ലൈൻ സെലക്ഷൻ, മാസ് സെലക്ഷൻ ആൻഡ് ക്ലോണൽ സെലക്ഷൻ, hybridization, heterosis, inbreeding and depression, polyploidy breeding, mutation breeding, plant propagation method, cutting, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച സാധനങ്ങളായിരിക്കും. ചെറിയ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ബഡ്ഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഇതിലും ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് മൊഡ്യൂൾ 7 ആണ്, പ്ലാൻ ഫിസിയോളജിയാണ്. പ്ലാൻ ഫിസിയോളജിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പ്ലാൻ ഫിസിയോളജിയിൽ മൊത്തത്തിൽ പ്ലാൻ ഫിസിയോളജിയിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. വാട്ടർ ഇൻ റിലേഷൻ ഓഫ് പ്ലാന്റ്സ്, വാട്ടർ പൊട്ടൻഷ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ട്രാൻസ്പിരേഷൻ, വെള്ളത്തിൻ്റെ ട്രാൻസ്പിരേഷൻ, മെക്കാനിസം ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ, പാസീവ് ആൻഡ് ആക്റ്റീവ്, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ, എക്സെട്ര, വാട്ടർ സ്ട്രെസ്, ഫിസിയോളജിക്കൽ കോൺസിക്വൻസസ്, ദെൻ മിനറൽ ന്യൂട്രീഷൻ, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ദെയർ റോൾ ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ വരുന്നു. ഫോട്ടോസിന്തസിസ് വരുന്നുണ്ട്. എല്ലാ പരീക്ഷയിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കിൻ്റെ ചോദ്യമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഫോട്ടോസിന്തസിസ്. ക്ലോറോപ്ലാസ്റ്റ്, ഫോട്ടോസിന്തറ്റിക് അപ്പാരച്ചസിനെ പറ്റി ചോദിക്കുന്നു. ഫോട്ടോഫോറിലേഷൻ, ഡാർക്ക് റിയാക്ഷൻ, C3, C4 ക്യാമ്പ് പാത്ത് വേസ്, അതെല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്ലൊക്കേഷൻ, ഫോട്ടോസിന്തേറ്റ്സ്, ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഓക്സിൻസ്, GA, സൈറ്റോകൈനൈൻസ്, ABA, എത്ലീൻ, അങ്ങനെ ആ ഡീറ്റെയിൽസ് എല്ലാം വരുന്നു. പിന്നെ മെറ്റബോളിസം ആൻഡ് ബയോ കെമിസ്ട്രി ആണ് അടുത്ത പാർട്ട്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ചോദിക്കുന്നു. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, ബയോ കെമിസ്ട്രി ഓഫ് നൈട്രജൻ ഫിക്സേഷൻ, ജെനറ്റിക്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ് വരുന്നുണ്ട്. പിന്നെ അതെങ്ങനെയാണ് വിവിധ മെത്തേഡ്സ് ചോദിക്കുന്നു. ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് വരുന്നു, ആൽഫ ആൻഡ് ബീറ്റ ഓക്സിഡേഷൻ, അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സെൽ ബയോളജിയാണ്. സെൽ ബയോളജിയിൽ ക്രോമസോംസും അങ്ങനെയുള്ള എല്ലാ സാധാരണഗതിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇതിലും വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഫങ്ഷൻസ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നു. പിന്നെ സെൽ സൈക്കിൾ, മൈറ്റോസിസ്, മിയോസിസ്, സെൽ ഡിവിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജിയാണ്. മെൻ്റൽ എക്സ്പെരിമെൻറ്റ്സ് സ്വാഭാവികമായിട്ടും വരുന്നു. പിന്നെ അത് മെൻ്റലിയൻ ലോസ്, മോണോഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, ബാക്ക് ക്രോസ്, ടെസ്റ്റ് ക്രോസ് എന്നൊക്കെ പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് എക്സ്പീരിയൻസ് എല്ലാം വരുന്നു. ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, 2-3 പോയിൻറ്റ് ക്രോസസ്, ലിങ്കേജ് മാപ്സ്, ഡെഫിനറ്റ്ലി അങ്ങനെ പോകുന്നു. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, XY type, XXX type, sex determination plans, then criss cross inheritance, sex limited and sex influence traits, extra nuclear inheritance, plastid inheritance ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. പിന്നെ മ്യൂട്ടേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, DNA, RNA, എവിഡൻസ് ഓഫ് DNA ആസ് ജെനറ്റിക് മെറ്റീരിയൽ, DNA സ്ട്രക്ചർ, വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ. ന്യൂക്ലിക് ആസിഡ്സിന് കഴിഞ്ഞാൽ പിന്നെ DNA റിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജീൻ എക്സ്പ്രഷനും സംഗതികളും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എവല്യൂഷനാണ്. എവല്യൂഷൻ, മോളിക്യൂൾസ് ആൻഡ് ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ എവല്യൂഷനായി ബന്ധപ്പെട്ട് ഡാർവിനിസം, അങ്ങനെ ലാമാർക്കിസം, ഡാർവിനിസം, വെയ്സ്മാൻ, ഡിവ്രീസ്, നിയോ ഡാർവിനിസം, അങ്ങനെ എല്ലാ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ചോദ്യം വരുന്നു. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ 8 എൻവയോൺമെൻറ്റ് ബയോളജിയാണ്. ഇക്കോസിസ്റ്റം വലിയൊരു ഭാഗമാണ്. ഇക്കോസിസ്റ്റത്തിന് ഇൻട്രൊഡക്ഷൻ ബേസിക് പ്രിൻസിപ്പിൾസ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലൈമറ്റ് ഷേപ്സ്, ദ ക്യാരക്ടർ ഓഫ് ഇക്കോസിസ്റ്റം, അതായത് തിയറി വരെ, ഫുഡ് വെബ്, ഇക്കോളജിക്കൽ പിരമിഡ്സ്, ബയോ കെമിക്കൽ സൈക്കിൾ, ഗ്യാഷ്യസ്, കാർബൺ സൈക്കിൾ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ സൈക്കിൾ, ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. വാട്ടർ ഇക്കോളജിക്കൽ സക്സഷൻ, ഡെഫിനീഷൻ, ഇക്കോളജിക്കൽ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, സെറോഫൈറ്റ്സ്, അതായത് ആ ഡീറ്റെയിൽഡ് സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി സിലബസിൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗത്തിൽ വരുന്ന എല്ലാം തന്നെ ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ റിസോഴ്സസിൽ റിന്യൂവബിൾ
സോഴ്സസും റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ്, എല്ലാ സംഗതികളും, സോഷ്യൽ ഫോറസ്ട്രി, അഗ്രോ ഫോറസ്ട്രി, എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് ആൻഡ് യൂസിങ് മിനറൽ റിസോഴ്സസ് വരുന്നു. പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ദ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ, നിർവചനം മുതലിങ്ങനെ കോസ് ആൻഡ് എഫക്ട്സ്, കൺട്രോൾ മെഷേഴ്സ്, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, സോയിൽ, എയർ, വാട്ടർ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, റേഡിയോ ആക്റ്റീവ്, നോയ്സ്, തെർമൽ പൊല്യൂഷൻ, എല്ലാ ടൈപ്പ് ഓഫ് പൊല്യൂഷനും വരുന്നുണ്ട്. റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പ്രിവെൻറ്റിംഗ് പൊല്യൂഷൻ കേസ് സ്റ്റഡീസ്, റോൾ ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അർബൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എനർജി, വാട്ടർ കൺസർവേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അങ്ങനെയുള്ള നമ്മൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്താണ്, ഇഷ്യൂസ് ആൻഡ് പോസിബിൾ സൊല്യൂഷൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ന്യൂക്ലിയർ ആക്സിഡൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വേസ്റ്റ് ലാൻഡ് റിക്ലമേഷൻ, ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ, പബ്ലിക് അവെയർനെസ്, അങ്ങനെ അതായത് സാധാരണ രീതിയിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് എല്ലാ മേഖലയിലും നമ്മൾ കുറച്ചുകൂടിയൊക്കെ സോഷ്യലി ആൻഡ് എൻവയോൺമെൻ്റലി ബോധമുള്ള ആളായിരിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്ന എല്ലാം സിലബസിലുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ, ഹ്യൂമൻ ആക്ടിവിറ്റി, ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നു. പിന്നെ പ്രോട്ടോകോൾസ്, Rio, Kyoto, Johannesburg, etc. different protocols, failure of ecological reforms എന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ വന്നിട്ടുണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോൺസർവേഷനാണ്. പിന്നെ ജൈവ വൈവിധ്യത്തിൻ്റെ എങ്ങനെയാണ് അത് കോൺസർവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാഗം, നാഷണൽ പാർക്കും അങ്ങനത്തെ കാര്യം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസൊക്കെ ഇതിൽ റെഫർ ചെയ്യപ്പെടുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ സിലബസ് എത്ര വൈഡാണെന്നുള്ളത് അല്ലേ? സിലബസ് നമ്മൾ വായിച്ചിട്ട് തീർന്നിട്ടില്ല, സിലബസ് ഇങ്ങനെ പോവുകയാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അതാണ് HSA നാച്ചുറൽ സയൻസ് പരീക്ഷയെ മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തവും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡുമാക്കുന്നത് പഠിക്കുന്ന സമയത്ത്. പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രമല്ല, പഠിക്കുന്ന സമയത്തും. ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, അത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ, പ്ലാന്റ് സെലക്ഷൻ, അങ്ങനെ പ്ലാന്റ് സെലക്ഷൻ ടെക്നിക്സ്, MS മീഡിയം കോമ്പോസിഷൻ, എല്ലാ ഭാഗങ്ങളായിട്ട് വരുന്നു. റീകോമിനൻ്റ് DNA ആൻഡ് മോളിക്കുലർ ക്ലോണിംഗ്, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള സംഗതികളാണ് ഇതിൽ വരുന്നത്. റീകോമിനൻ്റ് DNA, മോളിക്കുലർ ക്ലോണിംഗ്, പിന്നെ ബയോ ഇൻഫർമാറ്റിക്സ് ഡീറ്റെയിൽഡായിട്ട്, ബയോ ഇൻഫർമാറ്റിക് ഇൻട്രൊഡക്ഷൻ, സ്കോപ്പ്, മേജർ ഡാറ്റാബേസസ് ഇൻ ബയോ ഇൻഫർമാറ്റിക്സ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസസ്, എന്താണ് EMBL, DDBJ, ജെൻ ബാങ്ക്, അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് നേരത്തെ പറഞ്ഞതിനേക്കാളും ഡീറ്റെയിലായിട്ട് നമ്മൾ ഈ സിലബസിൻ്റെ ഭാഗത്തേക്ക് പോവുക. ബയോസ്റ്റാറ്റിക്സ്, മെഷേഴ്സ് ആൻഡ് സെൻട്രൽ ടെൻഡൻസി, അരിത്തമെറ്റിക് മീൻ, മീഡിയൻ മോഡ്. ബയോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ എലമെൻറ്റ്സ് അതിൽ വരുന്നുണ്ട്. സാധാരണ ബയോളജി നമ്മൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ മോഡ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്, ഡാറ്റ കളക്ഷൻ, വേരിയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ബയോസ്റ്റാറ്റിക്സ്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്, ഡാറ്റ കളക്ഷൻ, മെഷീൻ ഒബ്സർവേഷൻസ്, ഇതെല്ലാമാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു സിലബസിൽ കാണാനുള്ളത്. നോക്കൂ, നിങ്ങൾക്ക് സിലബസ് തന്നെ ഇപ്പോൾ മനസ്സിലായി. ഏകദേശം ഒരു 10-14 പേജുണ്ട് നമ്മൾ ഈ സിലബസ് നോക്കുമ്പോൾ തന്നെ. അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ബയോടെക്നോളജിയും ബയോ ഇൻഫർമാറ്റിക്സും ബയോ കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇഴുകിച്ചേർന്നിരിക്കുന്ന വിപുലമായൊരു സിലബസ്. ഇത് പഠിക്കണമെങ്കിൽ നിതാന്ത ജാഗ്രതയോടുകൂടി ഒരു പ്രത്യേക വിന്നിംഗ് സ്ട്രാറ്റജിയിൽ തന്നെയുള്ള നീക്കവും പഠനവും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആദ്യമേ സിലബസ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ സിലബസ് മനസ്സിൽ വെച്ചേക്കുക. ഈ സിലബസിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള സമസ്ത അധികാരവും PSCയിൽ നിക്ഷിപ്തമാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടൊരു സിലബസ് ഉണ്ടാക്കുക അസാധ്യമാണ്. അതുകൊണ്ട് പുതിയൊരു സിലബസ് കൊണ്ടുവന്നാൽ പോലും ഇതിലുള്ള ഭൂരിപക്ഷം ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ, നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. കാരണം ഈ ജോലി കിട്ടിയിട്ട് ഏത് ജോലിയാണ് ഇയാൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 8, 9, 10 ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിൽ ബയോളജി ഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ വിജ്ഞാനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ഇതൊക്കെ അറിയുമോ എന്ന് നോക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ച മാർഗ്ഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സിലബസ് ഏകദേശം ഒരു ഓട്ടപ്രദർശനമാണ് നടത്തിയത്. ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ സിലബസിനെ പറ്റിയുള്ള ആകാംക്ഷകളൊക്കെ ഒഴിവാക്കി പഠനം തുടങ്ങുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ വീഡിയോ നിങ്ങളെ എത്തിക്കുമെന്ന് കരുതുന്നു. ഓക്കെ.